ഇനി അടുത്തൊരു സ്മാർട്ട് മൂവ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫീഡ്ബാക്ക് റിക്വസ്റ്റ് അയച്ചു. ഈ ഫീഡ്ബാക്ക് റിക്വസ്റ്റിൽ ഒന്നുകിൽ നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് ഏതെങ്കിലും ഒരു ഫീൽഡിനെ ട്രിഗർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിഫേർഡ് കോൺടാക്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നത്, ഇവിടെ ഫോണാണോ ഇമെയിലാണോ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്മാർട്ടായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് അവർ തരുന്ന ഉത്തരത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ക്വാളിഫൈ ചെയ്യാം, റീക്വാളിഫൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഇവർ ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരെ വീണ്ടും പൈപ്പ് ലൈനിൽ ആഡ് ചെയ്യാം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ് ക്രിയേറ്റ് വർക്ക് ഫ്ലോ. എന്നിട്ട് നമ്മൾ ഡെമോ ലോസ്റ്റ് റിക്കവറി എന്ന പേര് കൊടുക്കുന്നു. ഇനി ആ ഫോം സബ്മിഷൻ കൊടുക്കുക. ഫോം സബ്മിറ്റഡ്. ഏത് ഫോമാണ്? ഫോം ഈസ് ഡെമോ ഫീഡ്ബാക്ക് ഫോം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോമാണ് ഡെമോ ഫീഡ്ബാക്ക് ഫോം. ഇതിനകത്ത് സേവ് ട്രിഗർ കൊടുക്കുക. എന്നിട്ട് ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗ് ക്രിയേറ്റ് ചെയ്യുക. എന്ത് ടാഗ് ക്രിയേറ്റ് ചെയ്യുക? ഫീഡ്ബാക്ക് സബ്മിറ്റഡ് എന്നുള്ള ഒരു ടാഗ് കൊടുക്കുക. അതോടൊപ്പം ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഏത് ഓപ്പർച്യൂണിറ്റി? നിങ്ങൾക്ക് വേണമെങ്കിൽ ലീസ്റ്റ്, അതായത് ഡീൽ ലോസ്റ്റ് ചെയ്തതിന് ശേഷം വരുന്നതിന് വേണ്ടിയിട്ടൊരു വേറെ തന്നെ പൈപ്പ് ലൈൻ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ സെയിം പൈപ്പ് ലൈൻ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡെമോ പൈപ്പ് ലൈൻ, ഓപ്പർച്യൂണിറ്റി നെയിം, കോൺടാക്ട് നെയിം, റിക്കവറി മോഡ് എന്ന് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. സോ അയാൾ ഓൾറെഡി വന്ന് പോയി, പക്ഷെ ഇപ്പോൾ റിക്കവറി മോഡിലാണ് വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കൊരു ഹിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോഴ്സ് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം. സംതിങ് സ്റ്റാറ്റസ് 1 ഓപ്പൺ. ഓക്കെ, സ്റ്റാറ്റസ് ഓപ്പൺ എന്ന് പറയുമ്പോൾ ആ ഡീല് പോയി നഷ്ടപ്പെട്ട് ലോസ്റ്റ് സ്റ്റാറ്റസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിന് നിങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്യാണ് അയാൾ ആ ഫീഡ്ബാക്ക് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ. എലോ ഓപ്പർച്യൂണിറ്റി ടു മൂവ് എനി പ്രീവിയസ് സേവ് ആക്ഷൻ. ഓക്കെ, പബ്ലിഷ് സെറ്റിങ്സിൽ പോയിട്ട് റീ എൻട്രി ഇനേബിൾ ചെയ്യണം, മാൻഡേറ്ററി ആണ്. അല്ലെങ്കിൽ ഓൾറെഡി ഇയാൾ ഈ വർക്ക് ഫ്ലോയിൽ വന്നു പോയ ആളായതുകൊണ്ട് റീകവറി ഫോമും നിങ്ങൾ ഒരേ പൈപ്പ് ലൈനിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അയാൾ റീ എൻ്റർ ആവത്തില്ല. ഓക്കെ, സോ ക്ലിക്ക് സേവ് ആൻഡ് സേവ്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡീല് ലോസ്റ്റ് ആയപ്പോൾ ഒരു ഫീഡ്ബാക്ക് ഫോം റിക്വസ്റ്റ് ചെയ്യുകയാണ്, അയച്ചു കൊടുത്തു വിത്ത് അടിപൊളി ഓഫർ. ഈ അടിപൊളി ഓഫർ എടുക്കാൻ വേണ്ടിയിട്ട് അയാളെ ഫീഡ്ബാക്ക് ഫോം സബ്മിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഡാറ്റ, ഒന്നുകിൽ നിങ്ങൾക്ക് ഡാറ്റയിൽ ഏതെങ്കിലും ഒരു വാല്യൂ വെച്ചിട്ട് ക്വാളിഫൈ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ അങ്ങനെ തന്നെ അങ്ങ് ആഡ് ചെയ്യാം. കാരണം അവരെ ഫോം സബ്മിറ്റ് ചെയ്തല്ലോ. ഇനി അവരെപ്പോൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോഴും, ആ ഫീഡ്ബാക്ക് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോഴും ആ ലീഡ് നിങ്ങളുടെ പൈപ്പ് ലൈനിൽ വരും. സോ നമുക്ക് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സംതിങ് ഓക്കെ, ഇപ്പോൾ ഫോം സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എൻറോൾമെൻറ്റ് ഹിസ്റ്ററി നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് വന്നു. നമുക്കിനി വർക്ക് ഫ്ലോ പോയി നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇൻ്റലിജൻറ്റ് ഗെയിം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും ആ സെയിൽസ് നഷ്ടപ്പെടുമ്പോഴും അതിനകത്ത് സെയിൽസിനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റീസിൽ പോകാം. ഓപ്പർച്യൂണിറ്റീസിൽ ഡെമോ പൈപ്പ് ലൈൻ കണ്ടോ, റീകവറി മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാണല്ലോ. സോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട ലീഡ്സും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും സെയിൽസിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഇതുവരെ സെയിൽസിനെ ഓട്ടോമേറ്റ് ചെയ്തു, ടീമിനെ സ്ട്രക്ചർ ചെയ്തു, ഡെലിഗേറ്റ് ചെയ്തു, മോണിറ്റർ ചെയ്യുന്നു, കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുക്കുന്നു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ സെയിൽസിൽ ഒരു 10 മടങ്ങ് വളർച്ച കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റും നിങ്ങൾക്ക് വേസ്റ്റായിട്ട് പോകത്തില്ല. ഓക്കെ, കാരണം ഡാറ്റ നമ്മൾ വീണ്ടും നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ ക്വാളിഫൈഡ് ലീഡാണോ
നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ള ആളാണോ നമുക്ക് ആ ഡാറ്റ എന്നും യൂസ്ഫുൾ ആണ്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത സെഷനിൽ കാണാം.